നമസ്കാരം. സണ്ണി കപിക്കാട് അദ്ദേഹത്തെ തന്നെ പരിചയപ്പെടുത്തുന്നത് ദളിത് ആക്ടിവിസ്റ്റ് എന്നാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു സത്യാവസ്ഥ എന്താണെന്നുള്ളതെന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഇന്ന് തന്നെ നമ്മൾ അദ്ദേഹം അയ്യപ്പനെയും മാളികപ്പുറത്തമ്മയും ചേർത്ത് പറഞ്ഞൊരു അസഭ്യത്തെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തിരുന്നു. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഒരു പശ്ചാത്തലം പ്രേക്ഷകരുടെ മുമ്പിലൊന്ന് അവതരിപ്പിക്കേണ്ടതുണ്ട്. പലപ്പോഴായിട്ട് ഇദ്ദേഹത്തിൻ്റെ പശ്ചാത്തലങ്ങൾ പലതായി. ഇദ്ദേഹത്തിൻ്റെ ഒരു വ്യാജ പ്രചരണങ്ങളും ഒക്കെ തത്വമയി ന്യൂസ് പ്രേക്ഷകരുടെ മുമ്പിൽ വിശകലനം ചെയ്തിട്ടുള്ളതാണ്, പ്രേക്ഷകരുടെ അഭിപ്രായത്തിനായി വിട്ടു തന്നിട്ടുള്ളതാണ്. പക്ഷേ ഒരു കുടുംബ പശ്ചാത്തലം, ഇദ്ദേഹത്തിൻ്റെ അവകാശവാദങ്ങൾ, ചില അവകാശവാദങ്ങളുണ്ട്. ഞാൻ ഇന്നയാളാണ്, ഞാൻ ഇന്ന രീതിയിലാണ് ജീവിക്കുന്നത്, അല്ലെങ്കിൽ എൻ്റെ രീതികൾ ഇതാണ് എന്നുള്ള അവകാശവാദങ്ങളുണ്ട്. അതിനുമപ്പുറത്തേക്ക് ഇയാൾ സമൂഹത്തിന് മുൻപിൽ പ്രചരിപ്പിക്കുന്ന തൻ്റെ സ്വന്തം ഒരു പ്രതിച്ഛായയുണ്ട്. അതിനെയൊക്കെ ഒന്ന് വിശദമായി പരിശോധിക്കേണ്ടതുണ്ട്. വിശദമായി പരിശോധിക്കുമ്പോൾ തെളിഞ്ഞു വരുന്നത് ദളിത് ആക്ടിവിസ്റ്റ് അല്ല സണ്ണി കപിക്കാട്. എല്ലാ അർത്ഥത്തിലും ഒരു ഇവാഞ്ചലിസ്റ്റ് എന്ന്, ഒരു ക്രിസ്ത്യൻ മതപ്രചാരകൻ എന്നുള്ള രീതിയിൽ വിശേഷിപ്പിക്കപ്പെടാവുന്ന എല്ലാ ഗുണങ്ങളുമുള്ളൊരു വ്യക്തിയാണ് ഇയാൾ. അത് പറയുവാനുള്ള കാരണം, പ്രത്യക്ഷത്തിൽ ഏതെങ്കിലും ക്രിസ്തുവിനെ വാഴ്ത്തിപ്പാടുകയോ അങ്ങനെ എന്തെങ്കിലും സണ്ണി കപിക്കാടിൻ്റെ വീഡിയോ ലഭ്യമാണോ സാമൂഹ്യ മാധ്യമങ്ങളിൽ? എൻ്റെ അറിവിലല്ല. പക്ഷേ ഒരു സ്വഭാവ ഗുണങ്ങളുണ്ടല്ലോ, അയാൾ പ്രകടിപ്പിക്കുന്ന സ്വഭാവ ഗുണങ്ങൾ, അയാളുടെ വാചകങ്ങൾ, അയാൾ ഈ വിമർശനാത്മകമായി സമീപിക്കുവാനെന്നുള്ള വ്യാജേന തിരഞ്ഞെടുക്കുന്ന വിഷയങ്ങൾ, ഇവയെല്ലാം പരിശോധിക്കുമ്പോഴും പിന്നെ അയാളുടെ പശ്ചാത്തലം, കൃത്യമായിട്ടുള്ള പശ്ചാത്തലം പരിശോധിക്കുമ്പോൾ, അത് രേഖകളിലുള്ളതാണ് ഈ പശ്ചാത്തലം. അവ പരിശോധിക്കുമ്പോൾ കൃത്യമായി ഒരു ഇവാഞ്ചലിസ്റ്റിൻ്റെ എല്ലാ ഗുണങ്ങളും സണ്ണി കപിക്കാടിൽ അടങ്ങിയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ആദ്യമായിട്ട് ഇയാളുടെ ജനനം മുതൽ ഉള്ള കാര്യങ്ങൾ പരിശോധിച്ചാൽ ഇയാളുടെ അച്ഛൻ്റെ പേര് സുകുമാരൻ എന്നാണ്. സുകുമാരൻ കാലക്രമത്തിൽ മത്തായി എന്ന പേര് സ്വീകരിച്ച് മതം മാറി. സുകുമാരൻ്റെ മൂത്ത മകൻ്റെ പേര്, അതായത് കപിക്കാടിൻ്റെ ജ്യേഷ്ഠൻ്റെ പേര് SSLC ബുക്കിൽ രാജപ്പൻ സുകുമാരൻ എന്നാണ്. പക്ഷേ അത് പുസ്തകത്തിൽ മാത്രമേ ഉള്ളൂ. SSLC ഒരു പക്ഷേ ഈ രാജപ്പൻ എന്ന വ്യക്തിയുടെ SSLC പഠനം കഴിഞ്ഞതിന് ശേഷമായിരിക്കാം ഇവർ മതം മാറിയത്. ഇവർ കുടുംബത്തോടെ മതം മാറി. ഈ സണ്ണി കപിക്കാടിൻ്റെ ഭാഷയിൽ തന്നെ പറഞ്ഞാൽ ഇയാൾ പള്ളിയിൽ പോകാറില്ല, മാമോദിസ മുങ്ങിയിട്ടില്ല. അതിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന കാര്യത്തിലേക്ക് വരുന്നതിന് മുമ്പ് സാധാരണക്കാർ മനസ്സിലാക്കുന്ന ഒരു കാര്യം ഒന്ന് പരിശോധിക്കാം. സണ്ണി കപിക്കാട് പറയുകയാണ്, എൻ്റെ അച്ഛൻ ക്രിസ്ത്യാനിയായി മതം മാറി, പക്ഷേ ഞാൻ പള്ളിയിൽ പോയിട്ടില്ല, മാമോദിസ മുങ്ങിയിട്ടില്ല. സാധാരണക്കാർ വിചാരിക്കുന്നു, ഒരു നിയോ ലിബറലിസ്റ്റിക് ചിന്താഗതിയുള്ള, ആധുനിക ചിന്താഗതിയുള്ള ഒരു ചിന്തകൻ ദാ അവതരിച്ചിരിക്കുന്നു, പള്ളിയിൽ പോകുന്നില്ല, മാമോദിസ മുങ്ങിയിട്ടില്ല, റിബൽ എന്നുള്ളതാണ്. സത്യത്തിൽ അതല്ല. അതാണ് ഞാൻ പറഞ്ഞ യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നത്. യാഥാർത്ഥ്യം മനസ്സിലാക്കുമ്പോൾ സാൽവേഷൻ ആർമിയോ അതുപോലുള്ള ഈ മതപരിവർത്തന സംഘങ്ങളുണ്ടല്ലോ, ആ വിഭാഗത്തിൽപ്പെട്ട ഏതോ ഒരു പള്ളിയിൽ നിന്നാണ് ഇയാളുടെ അച്ഛൻ ക്രിസ്തുമതം സ്വീകരിച്ചിരിക്കുന്നത്. അവിടെ മാമോദിസ മുങ്ങലും ഒന്നുമില്ല. കാരണം ഇവരുടെ ഇടയിൽ എല്ലാം ഒന്നാണ്, ക്രിസ്തുമതത്തിൽ എല്ലാം ഒന്നാണെന്ന് പറയുമെങ്കിലും അവശ്യ ക്രിസ്ത്യാനി മുതൽ നല്ല നസ്രാണി വരെയുള്ള വലിയ അവാന്തര വിഭാഗങ്ങളുണ്ട് എന്ന് മാത്രമല്ല, പള്ളിയുടെ ആരാധനാക്രമങ്ങളിൽ വരെ വലിയ വ്യത്യാസങ്ങളുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഓർത്തഡോക്സുകാരും യാക്കോബക്കാരും, രണ്ട് സഭക്കാർ തമ്മിൽ പക്ഷം തിരിഞ്ഞ് തെരുവിൽ അടികൂടുന്നത്. ഒരു ഉദാഹരണം മാത്രം പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ള ഏതോ ഒരു വിഭാഗത്തിൻ്റെയാണ്. അവർക്ക് മാമോദിസയൊന്നുമില്ല. നീ ക്രിസ്ത്യാനിയെ, ഇന്ന് മുതൽ സുകുമാര നീ മത്തായി ആണ് എന്ന് അവിടുത്തെ പാസ്റ്ററോ അച്ഛനോ ആരാണെന്ന് വെച്ചാൽ അവർ പറഞ്ഞാൽ അത് തന്നെയാണ് അതിൻ്റെ വാസ്തവം. അപ്പോൾ പിന്നെ ഈ ക്രിസ്തുമതത്തിലേക്ക് പോയ സണ്ണി കപിക്കാട് എന്തുകൊണ്ട് തിരികെ അനിൽകുമാറായത് അയാളുടെ തന്നെ വാക്കുകളിലുണ്ട്. ഹിന്ദുമതത്തിലേക്ക് തിരികെ വന്നു കഴിഞ്ഞാൽ മാത്രമേ SC/ST വിഭാഗത്തിൽപ്പെട്ട, കാരണം ജന്മം കൊണ്ട് ഇദ്ദേഹത്തിൻ്റെ പിതാവ് സുകുമാരനും മറ്റ് പരമ്പരാഗതമായി തന്നെ ഷെഡ്യൂൾ കാസ്റ്റ്, ഷെഡ്യൂൾ ട്രൈബ് വിഭാഗത്തിൽപ്പെടുന്ന, പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഗണത്തിലാണ് ജനിച്ചത്. അതുകൊണ്ട് തന്നെ അവർക്ക് മൗലികമായി ഭരണഘടന നൽകുന്ന നിരവധി അവകാശങ്ങളുണ്ട്. ക്രിസ്ത്യാനിയായി മതം മാറി രേഖകളിൽ ക്രിസ്ത്യാനിയായി കഴിഞ്ഞാൽ പിന്നീട് ആ അവകാശങ്ങൾക്ക് അർഹതയില്ല ഇവർക്ക് യാതൊരു തരത്തിലും. അതിനു വേണ്ടിയിട്ട് ഇപ്പോൾ ഈ മതം മാറിയ ക്രിസ്ത്യാനികൾ ബഹളമുണ്ടാക്കുന്നുണ്ട്, മുസ്ലിങ്ങളും ബഹളമുണ്ടാക്കുന്നുണ്ട്. മദ്രാസ് ഹൈക്കോടതി ഉൾപ്പെടെയുള്ള കോടതികൾ, നീതിന്യായ വ്യവസ്ഥകൾ അത് നിഷ്കരണം തള്ളിക്കളഞ്ഞിട്ടുമുണ്ട്. കാരണം അവകാശം ഹിന്ദുവിന് മാത്രമുള്ളതാണ്. ആ അവകാശം തട്ടിയെടുക്കുവാനായി അനിൽകുമാറായി തിരികെ പരിവർത്തനം ചെയ്തു ഞാൻ എന്നാണ് ഇയാൾ അവകാശപ്പെടുന്നത്. എന്നാൽ ഹിന്ദുമതത്തിൻ്റെ യാതൊരു ആചാരാനുഷ്ഠാനങ്ങളും തൻ്റെ ഗ്രഹത്തിൽ, തൻ്റെ വീട്ടിൽ
പിന്തുടരുന്നില്ല എന്ന് ഇയാൾ തന്നെ പരസ്യമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇവിടെ സണ്ണി കപിക്കാട് എന്ന വ്യക്തിയല്ല വിഷയം. സണ്ണി കപിക്കാട് എന്നുള്ള വ്യക്തിയുടെ പരാമർശങ്ങളും വിവാദങ്ങളും എല്ലാം വിഷയമാണ്. അതിനെ സംബന്ധിച്ച് വിശദമായി തത്വമയി ന്യൂസ് തന്നെ ഞാൻ തന്നെ ഒരു വീഡിയോ ഇന്ന് ചെയ്തിട്ടുണ്ട്, അതൊന്ന് കണ്ടു നോക്കുക, അയ്യപ്പനുമായിട്ടുള്ള ഏറ്റവും പുതിയ വിവാദത്തെ സംബന്ധിച്ച്. പക്ഷേ ഇയാളുടെ ഈ ഒരു കൗടില്യമുണ്ടല്ലോ, ഈ ഒരു ചതി, അത് ചതിയെന്ന് തന്നെ വിളിക്കണം. കാരണം തുടക്കത്തിൽ 1951 കാലഘട്ടത്തിൽ 1.5 ലക്ഷം 1,50,000 മതം മാറിയ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവരായിരുന്നു ക്രിസ്തു മതത്തിലുണ്ടായിരുന്നു. പല സഭകളിലാണ്, ഈ സാൽവേഷൻ ആർമി ആണെങ്കിലും മറ്റ് എനിക്കുണ്ടേലെന്നാ എനിക്കില്ലേലെന്നാ ടീമുകളുടെ ഇടയിലും. ഇപ്പോൾ അത് ഏതാണ്ട് 10 ലക്ഷമോ 13 ലക്ഷമോ ആയി വർദ്ധിച്ചിട്ടുണ്ട്. കൃത്യമായ സംഖ്യ 13 ലക്ഷമാണ് എന്ന് പറയപ്പെടുന്നു. 13 ലക്ഷമോ അതിന് മുകളിലോ ആണെന്ന് പറയപ്പെടുന്നു. ഏതാണ്ട് 10 ഇരട്ടി വർധന ആ സംഖ്യയിലുണ്ടായിട്ടുണ്ട്. 1951 മുതൽ 2026 വരെയുള്ള കണക്കുകളാണ്. ഇവർക്ക് നിയമപരമായി ഭരണഘടനാപരമായി ഈ സംവരണത്തിന് യാതൊരു അർഹതയുമില്ല. ഇവരിൽ പലരും ചെയ്യുന്നത് തിരികെ മതപരിവർത്തനം നടത്തി സർട്ടിഫിക്കറ്റിൽ ഹിന്ദു എന്ന് ചേർത്ത്, ഹിന്ദു ഇന്ന വിഭാഗം എന്ന് ചേർത്ത് ആനുകൂല്യങ്ങൾ തട്ടിയെടുക്കുകയാണ്. തട്ടിയെടുക്കുക എന്ന് പറയുന്നതിൻ്റെ കാരണം മതപരിവർത്തനം ചെയ്യാതെ സ്വന്തം പൈതൃകത്തെ മുറുകെ പിടിച്ച് സ്വന്തം സംസ്കാരത്തെ സ്നേഹിച്ച് ഈ അവശതാ കാർഡ് ഇറക്കാതെ അഭിമാനത്തോടെ ജീവിക്കണമെന്ന് കരുതി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ ശ്രമിക്കുന്ന ഈ യഥാർത്ഥ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവരുടെ അവർക്ക് ലഭിക്കേണ്ട, അവരുടെ പിൻതലമുറകൾക്ക് ലഭിക്കേണ്ട അവകാശങ്ങളാണ് ഇത്തരത്തിൽ മതം മാറിപ്പോയി അരിക്കോ പാൽപ്പൊടിക്കോ മറ്റെന്തെങ്കിലും ഭാഗ്യങ്ങൾക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ സൗഭാഗ്യങ്ങൾക്ക് വേണ്ടിയിട്ടോ മതം മാറി ക്രിസ്തു മതത്തിലേക്ക് മതപരിവർത്തനം ചെയ്യപ്പെട്ട സണ്ണി കപിക്കാടിനെ പോലുള്ളവർ തിരികെ ഞങ്ങൾ ഹിന്ദുവായി എന്നുള്ള വ്യാജേന എന്ന് തന്നെ പറയണം, ഹിന്ദുമത ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒന്നും തൻ്റെ ഗ്രഹത്തിൽ പിന്തുടരുന്നില്ല എന്ന് പറയുന്ന സണ്ണി കപിക്കാട് സർട്ടിഫിക്കറ്റിൽ ഹിന്ദു എയ്ത്തിസ്റ്റ് എന്നല്ല അയാൾ എഴുതി വച്ചിരിക്കുന്നത്, ഹിന്ദു ഇന്ന വിഭാഗത്തിൽപ്പെട്ടയാൾ എന്ന് എഴുതി വെച്ച് ഈ ആനുകൂല്യങ്ങൾ ജോലി നേടുവാനായി അനിൽകുമാറായി തിരികെ മാറിയിട്ടുണ്ടെങ്കിൽ സണ്ണി കപിക്കാടെന്ന സണ്ണി മത്തായി ചെയ്യുന്നത് അടിസ്ഥാനപരമായിട്ട് പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട ആ വിഭാഗത്തിൽപ്പെട്ട ഹിന്ദുക്കൾക്ക് നീതിന്യായ വ്യവസ്ഥ, ഭരണഘടന എല്ലാം അനുവദിച്ചിരിക്കുന്ന ആനുകൂല്യങ്ങളെന്നല്ല അവകാശങ്ങൾ തട്ടിയെടുക്കുകയാണ്. സത്യത്തിൽ ഇതിനെ ആനുകൂല്യങ്ങളെന്ന് ഇവർ പറയുന്നത് ഇവർക്കും ആ ആനുകൂല്യം വേണമെന്നുള്ളതാണ്. സത്യത്തിൽ അവകാശങ്ങളാണ്. ആ അവകാശം ക്രിസ്തു മതത്തിലേക്ക് മതപരിവർത്തനം ചെയ്ത സണ്ണി കപിക്കാടിനില്ല. അത് പാവപ്പെട്ട ഈ ഹിന്ദു മതത്തിൽ തന്നെ തൻ്റെ വിശ്വാസം തുടർന്നു കൊണ്ടുപോകുന്ന ഒരു പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ആർക്കും അറിയണമെന്നില്ല. സണ്ണി കപിക്കാടിനെ പോലുള്ള ഈ കുടില ബുദ്ധിക്കാർക്ക് അത് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ഈ ദളിത് ആക്ടിവിസ്റ്റ് എന്നുള്ള ഒരു മുഖം മൂടി അണിഞ്ഞ് ഇനി ഇയാൾ സാമൂഹ്യ മാധ്യമങ്ങളിലോ പൊതുവേദികളിലോ പ്രത്യക്ഷപ്പെടുമ്പോൾ ഇയാളുടെ ആ ദളിത് ആക്ടിവിസ്റ്റ് മുഖം മൂടി വലിച്ചു കീറപ്പെടേണ്ടതുണ്ട്, ചോദ്യം ചെയ്യപ്പെടേണ്ടതുണ്ട്. കാരണം ദളിതന്മാർക്ക് വേണ്ടിയിട്ടല്ല സണ്ണി കപിക്കാട് സംസാരിക്കുന്നത്. അടിസ്ഥാനപരമായിട്ട് ക്രിസ്തു മതത്തിൻ്റെ ഒരു അധിനിവേശ സ്വഭാവത്തിൻ്റെ പരിവർത്തനം മാത്രമാണ് സണ്ണി കപിക്കാടിലൂടെ പുറത്തേക്ക് വരുന്നത്. ഈ ബഹിർസ്ഫുരണം പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടാറുണ്ട്. കാരണം കൃത്യമായിട്ട് ഞാൻ പറഞ്ഞല്ലോ, എല്ലാ സ്വഭാവ ഗുണങ്ങളുമുണ്ട് ഒരു ഇവാഞ്ചലിസ്റ്റിൻ്റെ എന്നുള്ളത്. അയാൾ ആക്രമിക്കുവാനായി തിരഞ്ഞെടുക്കുന്ന ലക്ഷ്യങ്ങളൊന്ന് പരിശോധിച്ച് നോക്കൂ. ശബരിമല ശ്രീ ധർമ്മശാസ്താവ്, മാളികപ്പുറം, ഹിന്ദു ആചാരാനുഷ്ഠാനങ്ങൾ, ജാതി, ഇവയെല്ലാം പറഞ്ഞ് ഈ ജാതിയുടെ ആനുകൂല്യം നേടുവാനാണ് ഇയാൾ തിരികെ അനിൽകുമാർ ആയത് എന്നുള്ള സത്യം എപ്പോഴും ഓർത്തു വയ്ക്കണം. ഇയാൾ ജാതി പറയുന്ന അവസരങ്ങളിലെല്ലാം ശ്രീജിത്ത് പണിക്കരുടെ മുൻപിൽപ്പെട്ട് നാണം കെട്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ ജിഹാദികൾ ഇയാളെ ഉയർത്തിക്കൊണ്ട് നടന്ന് ഉയർത്തി വെച്ചിരുന്നൊരു വേദിയുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു തട്ടകമുണ്ടായിരുന്നു. ആ തട്ടകം പൂർണ്ണമായും നഷ്ടപ്പെട്ട അവസ്ഥയിൽ പുതിയ വിവാദങ്ങൾ തേടി സണ്ണി കപിക്കാട് ഇറങ്ങുമ്പോൾ വീണ്ടും തനിക്കും ഒരു റെലവൻസ് ഉണ്ട് സമൂഹത്തിനിടയിൽ എന്നുള്ള ഒരു ധാരണ പൊതുമണ്ഡലത്തിൽ പടർത്തുവാൻ ശ്രമിച്ചുകൊണ്ട് പുതിയ വിവാദങ്ങൾ അന്വേഷിച്ച് അയ്യപ്പനും മാളികപ്പുറത്തിനുമൊക്കെ പിന്നാലെ ഇയാൾ കൂടുമ്പോൾ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദളിത് ആക്ടിവിസ്റ്റ് അല്ല സണ്ണി കപിക്കാട്, ഇവാഞ്ചലിസ്റ്റാണ്. മത്തായിയുടെ മകനാണ് സണ്ണി കപിക്കാട്. സുകുമാരൻ്റെ മകൻ അനിൽകുമാർ ഇന്നില്ല, അത് കടലാസിൽ മാത്രമേ ഉള്ളൂ. അത് വ്യാജമായി പട്ടികജാതി പട്ടികവർഗക്കാരുടെ അവകാശങ്ങൾ തട്ടിയെടുക്കുവാനുള്ള ഒരു കുടില ബുദ്ധി മാത്രമാണ്. അത് തിരിച്ചറിയുവാൻ വേണ്ടി മാത്രമാണ്
ഈ വിഷയം ഇന്ന് കയ്യിലെടുത്തത് രണ്ടാമത്തെ ഒരു വീഡിയോ സണ്ണി കവിക്കാടിനെ കുറിച്ച് ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ ഈ വിഷയത്തെ സംബന്ധിച്ച് പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റുകളിലൂടെ ഞങ്ങളുമായി പങ്കുവയ്ക്കുക. ഒപ്പം വീഡിയോ ലൈക്ക് ചെയ്യുക, പരമാവധി ആളുകളിലേക്ക് ഈ വീഡിയോ എത്തുവാനായി ഷെയർ ചെയ്യുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തത്വമയി ന്യൂസിൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ വിഷയത്തിലും മറ്റു വിഷയങ്ങളിലും സംവാദങ്ങൾ തുടരട്ടെ. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.